മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തോറ്റിരിക്കുകയാണ് എന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇ.ആർ. രാഗേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഇ.ആർ. രാഗേഷ്, എം.കെ. സ്റ്റാലിൻ തമിഴ്നാടിന്റെ DMK-യുടെ സമുന്നതനായ നേതാവ് മുഖ്യമന്ത്രി ഇപ്പോൾ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് നാണം കെട്ട ഒരു തോൽവി എന്ന് തന്നെ പറയാം TVK-യുടെ മുന്നിൽ. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഈ ഒരു വോട്ട് നിലയും കണക്കുകളും ഒക്കെ ഈ ഒരു സമയത്ത് പരിശോധിച്ചാൽ? സ്വാതി, എം.കെ. സ്റ്റാലിൻ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഈ വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് മുതൽ സ്റ്റാലിൻ പുറകിലായിരുന്നു. 20 റൗണ്ട് കഴിയുമ്പോഴും സ്റ്റാലിന് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. TV ബാബുവാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ഏതാണ്ട് 7000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഭൂരിപക്ഷത്തിലാണ് TV ബാബുവിന്റെ വിജയം. തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വലിയ അട്ടിമറി എന്ന് തന്നെ പറയാം. കാരണം തുടർ ഭരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയ ആ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുന്നത്. അതും കഴിഞ്ഞ തവണ ഏതാണ്ട് 70,000 വോട്ടിന് വിജയിച്ച മണ്ഡലം കൂടിയാണ് കൊളത്തൂർ, ചെന്നൈ ജില്ലയിലെ മണ്ഡലം. ഏതായാലും അദ്ദേഹം വലിയ പരാജയം അവിടെ നേരിട്ടിരിക്കുകയാണ്. തുടർച്ചയായ 4ാം മത്സരത്തിനാണ് അവിടെ എം.കെ. സ്റ്റാലിൻ ഇറങ്ങിയത്. പ്രത്യേകിച്ച് ആ മുന്നണിയുടെ തന്നെ മുഖമായിരുന്നു. സംസ്ഥാനത്തൊട്ടുക്ക് പ്രചാരണം നടത്തിയതും അദ്ദേഹമായിരുന്നു. ഏതായാലും TVK വലിയ മുന്നേറ്റം തമിഴ്നാട്ടിൽ ആകെ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 105 സീറ്റുകളിൽ TVK ഇപ്പോൾ ലീഡുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളുടെ പിന്തുണയാണ്. ഏതായാലും TVK നേതാക്കൾ, ഒപ്പം തന്നെ വിജയുടെ പിതാവൊക്കെ തന്നെ ചെറു പാർട്ടികളുമായും മറ്റു കക്ഷികളുമായൊക്കെ തന്നെ ഇപ്പോൾ ആശയവിനിമയം നടത്തിയാണ്. കോൺഗ്രസിന്റെ അടക്കം മുന്നണിയിലേക്ക് സഖ്യകക്ഷിയാകാം എന്ന ക്ഷണം TVK ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. അങ്ങനെ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ ഏതായാലും TVK-യുടെ ഭാഗത്ത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടങ്ങളിൽ ADMK പ്രതിപക്ഷമാകുമെന്ന് പോലും സംശയമുണ്ടായിരുന്നു DMK-യെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ വോട്ട് നില പരിശോധിക്കുമ്പോൾ 72 സീറ്റുമായി DMK രണ്ടാമതുണ്ട് എന്താണ് പ്രത്യേക കാര്യം. അതായത് നേരത്തെ പ്രതിപക്ഷത്താകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 72 സീറ്റ് DMK-ക്ക് ഉണ്ട്. തീർച്ചയായും സ്റ്റാലിന്റെ പരാജയം DMK-യെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം മുന്നണിയുടെ പാർട്ടിയുടെ മുഖം തന്നെ അദ്ദേഹമായിരുന്നു. സ്വാതി. ശരി രാകേഷ്, വിജയ് അത് തുടക്കത്തിൽ തന്നെ ആദ്യമായി ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ വിജയ് അത് ആ സംസ്ഥാനമാകെ തന്നെ കൊണ്ടുപോവുകയാണ്. എന്തായാലും തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ലാത്ത തരത്തിലാണ്. ചോദ്യത്തിന് ആവശ്യമില്ല, വിജയ് തന്നെ വലിയ തൂക്കിയെടുത്തിരിക്കുന്ന ഒരു വിജയമാണ് വിജയെ സംബന്ധിച്ച്. ഈ ഒരു വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതിനു ശേഷം വിജയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കരൂർ ദുരന്തമാണെങ്കിലും അതിനുശേഷം പിന്നീട് വന്ന ഒരുപാട് വിവാദങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ജനനായകൻ സിനിമയുടെ റിലീസ് വൈകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, ED-യുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും വിജയുടെ ജനകീയതയെ, ആ പ്രഭാവത്തെ ബാധിച്ചില്ല. പ്രചാരണത്തിലേക്ക് വരുമ്പോൾ വിജയ്ക്ക് വലിയ സ്റ്റേഡിയങ്ങൾ ലഭിക്കാതിരിക്കുക, പോലീസിന്റെ അനുമതി ലഭിക്കാതിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിലുണ്ട്. അതിനിടയിലാണ് ഈ പ്രചാരണങ്ങൾ ഓരോ ഘട്ടത്തിലേക്ക് പോയത്. കോടതി കയറിയാണ് സത്യത്തിൽ ഈ പ്രചാരണത്തിലേക്ക് പോലും വിജയ് ഓരോ ഘട്ടത്തിലും അതിനെ മറികടക്കുക പോലും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പിന്നീട് അപേക്ഷ നൽകിക്കൊണ്ടാണ് പല മണ്ഡലങ്ങളിലേക്കും പ്രചാരണത്തിലേക്ക് പോയത്. പക്ഷേ അതൊക്കെ ജനങ്ങൾ അവിടെയൊക്കെ തടിച്ചുകൂടിയത് കണ്ടിരുന്നു. ആ തടിച്ചുകൂടിയ ജനങ്ങളൊക്കെ വോട്ടാകുന്നത് കണ്ടു എന്നതാണ്. ഈ തടിച്ചുകൂടിയവരൊക്കെ വിജയയുടെ ഒരു താരപ്രഭാവം കണ്ടു വന്നതാണ് എന്നുള്ള തരത്തിലാണ് DMK പറഞ്ഞത്. ഒരു ഷോമാൻ മാത്രമാണ് വിജയ്. കുറെ കുട്ടികൾ ആ തടിച്ചുകൂടിയ ജനങ്ങളിൽ കുട്ടികളെ കാണുന്നു. ഇവർക്കൊന്നും വോട്ടില്ലല്ലോ എന്ന് കളിയാക്കിയവർ അവരായിരുന്നില്ല, അവരുടെ കുടുംബം തന്നെയായിരുന്നു ഒപ്പം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വിജയം. വലിയ